സ്വന്തമായിട്ട് സംഭരണി പണിയാൻ പോകണം. അപ്പോൾ അതിനുള്ള കൂട്ട് നമ്മൾ കോൺക്രീറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് കോൺക്രീറ്റ്. ഇതാ കണ്ടോ, ഇവിടെ ഇത്ര ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് സംഭരണിയുടെ അവിടോട്ട് ഇടാൻ പോവുകയാണ്. തറയിലിട്ട് ചട്ടിക്കുഴി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇവിടുന്ന് പോരി മേളിൽ കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. മഴവെള്ള സംഭരണിയാണ് ഞങ്ങൾ പണിയാൻ പോകുന്നത്. അതിനുവേണ്ടി കമ്പി വെച്ചു. കമ്പിയുടെ മണ്ടേക്കട ചട്ടിക്കുഴി പോലെ എടുത്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റ് വാരി തീരാറായിട്ടുണ്ട്. ഹേ ഗായ്സ്, നമ്മുടെ പാറപ്പൊടി ഇപ്പം വന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ. ഇപ്പോൾ പപ്പ കോൺക്രീറ്റ് ഉടക്കി നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കോൺക്രീറ്റ് വെച്ച് ചട്ടിക്കകത്തിട്ട് സംഭരണിയുടെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇതാണ് നമ്മുടെ സംഭരണി ഉണ്ടാക്കുന്ന സ്ഥലം. ഇപ്പോൾ പപ്പ നെറ്റ് നൂൽക്കമ്പി വെച്ച് കെട്ടുവാണ്. പപ്പയുടെ കൂട്ടുകാരനും കൂടി ഉണ്ട് ഇത് പണിയൊക്കെ ചെയ്ത് സഹായിക്കാൻ വേണ്ടി. രണ്ടുപേരും ഒരുമിച്ചാണ് നൂൽക്കമ്പി സംഭരണിയുടെ ചുറ്റും ഇങ്ങനെ നെറ്റിട്ട് കെട്ടുന്നത്. ഇത് പപ്പയുടെ ഒരു ബന്ധത്തിലുള്ള ചേട്ടനാണ്. സംഭരണി ഉണ്ടാക്കുന്ന കാണാൻ വേണ്ടി വന്നിരുന്നതാണ്. നമുക്കൊരു ടാറ്റയൊക്കെ തന്നിട്ടുണ്ട് ഗായ്സ്. പപ്പ ഇപ്പം എന്നെ നൂൽക്കമ്പി തീർന്നുകൊണ്ട് കുറച്ച് നൂൽക്കമ്പിയും കൊണ്ട് വന്നിട്ടുണ്ട്. പപ്പയുടെ ഇപ്പം കൂട്ടുകാരൻ 8 mm കമ്പി ഇപ്പം സംഭരണിയുടെ ചുറ്റും ഇപ്പം വളച്ച് കെട്ടുവാണ്. അത് പപ്പ നൂൽക്കമ്പിയും കൊണ്ട് കെട്ടുവാണ്. അപ്പം ആ ചേട്ടൻ വീടിൻ്റെ ആയിരുന്നു വിരാതെ വന്നിട്ടുണ്ട്. പപ്പ നൂൽക്കമ്പി വെച്ച് 8 mm കമ്പി സംഭരണിയായിട്ട് ജോയിൻ്റ് ആക്കുവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തൊരു ബെൽമണിയുണ്ട്, അതും കൂടെ ഒന്ന് ഓളാക്കി ഇടുക. അപ്പം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്നോളും. ഇപ്പം അതുപോലെയാണ് എല്ലായിടത്തും പപ്പ ഇപ്പം നൂൽക്കമ്പി വെച്ചൊക്കെ ചുറ്റിയേക്കുന്നത്. നൂൽക്കമ്പി ചുറ്റുന്ന വേണം ഞാൻ കാണിച്ചു തരാം. സൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പപ്പ ഒരു നൂൽക്കമ്പി എടുക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ പപ്പ ഒരു നൂൽക്കമ്പി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ക്രോസ് ചെയ്ത് വെച്ചിട്ട് മറ്റേ 8 mm മറ്റേ പിടി പോലത്തെ ഒരു സാധനം കൊണ്ടിങ്ങനെ ഉറുക്കി അങ്ങ് വെച്ചേക്കും കേട്ടോ. അപ്പം അത് ടൈറ്റായിട്ടിരിക്കും, ഇളകിയൊന്നും പോകത്തില്ല. അതുപോലെയാണ് മേളിലും താഴെ എല്ലായിടത്തും വെച്ചേക്കുന്നത്. കണ്ടോ ഗൈസ്, ഇതുപോലെയാണ് വെച്ചേക്കുന്നത്. അതിങ്ങനെ ഇനി വെച്ച് പോകണം. അപ്പോൾ പപ്പ അടുത്ത സൈഡിൽ അതുപോലെ തന്നെ വെച്ചേക്കുവാണ്. അപ്പോൾ പപ്പയുടെ കൈ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം മുമ്പേ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിപ്പോൾ കൈ വെച്ചേക്കുന്നതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ 8 mm കമ്പി ചുറ്റിനും കെട്ടി കഴിഞ്ഞിട്ട് നെറ്റ് കമ്പി ചുറ്റിനും കെട്ടുവാണ്. അത് കഴിഞ്ഞിട്ട് പപ്പയുടെ കൂട്ടുകാരൻ നൂൽക്കമ്പി വെച്ച് അത് ഫുള്ള് മുറുക്കി വെക്കുവാണ്. ആ സമയത്ത് പപ്പ ചാന്തുണ്ടാക്കാൻ വേണ്ടി കുഴയ്ക്കുവാണ്. പാറപ്പൊടിയൊക്കെ വെച്ച് കുഴയ്ക്കുവാണ് വേണ്ടി. പാറപ്പൊടി ഒരു കൊട്ടയ്ക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അത് എന്നിട്ട് കുഴയ്ക്കുവാണ് ഇപ്പോൾ പപ്പ. കുഴച്ച് കഴിഞ്ഞിട്ട് പപ്പായും അമ്മയും കൂടി ചുറ്റിനും നൂൽക്കമ്പി വെച്ചിപ്പോൾ കെട്ടുവാണ്. അപ്പോൾ പെട്ടെന്ന് പണി തീരാലോ, അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കെട്ടുവാണ് നൂൽക്കമ്പിയൊക്കെ വെച്ച്. ആ സമയത്ത് കെട്ടുന്ന കാണിച്ചാൽ അങ്ങനെ വെച്ച് മുറുക്കി അങ്ങനെ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ് കാശ് ഇപ്പോഴും കെട്ടണ്ടേ. അതെല്ലായിടത്തും ചെയ്യണം. ആ പണി കഴിഞ്ഞാൽ പിന്നെ ചാന്തെടുത്ത് ഇങ്ങനെ വേണം. അതിന് വേണ്ടി അകത്തു ഒരാൾ നിന്ന് ബേസ് ബോർഡ് പിടിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെ പിടിച്ചിട്ട് ചാന്തെടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അതുപോലെ റൗണ്ടിനും തേക്കണം. അതിന് അകത്തും അതുപോലെ തന്നെ ചെയ്യണം ഗൈസ്. അകത്തും അങ്ങനെ ചെയ്തിട്ട് പപ്പയുടെ കൂട്ടുകാരൻ എൻ്റെ അകത്ത് നിന്ന് നല്ലപോലെ ഷെയ്പ്പാക്കിയൊക്കെ എടുക്കുവാണ്.
അകത്തേനെ ചുറ്റിന് നല്ലപോലെ ഷേപ്പാക്കി ഇങ്ങനെ എടുക്കുവാണ്. അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പോൾ പപ്പായുടെ ചേട്ടച്ചാരും വന്ന് ചെയ്യുന്നത് കണ്ടോണ്ട് നിൽക്കുവാണ്. കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് ഒരു സംഭരണി ഉണ്ടാക്കുന്നത്. അതിനുശേഷം പുറത്ത് പപ്പായി വന്നിട്ട് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കുവാണ്. പപ്പയുടെ കൂട്ടുകാരനും പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഏണി കൂടെ. അതിനാണ് നമ്മളവിടെ ഏണി വെച്ചേക്കുന്നത്. പപ്പയുടെ കൂട്ടുകാരനും അതുപോലെ തന്നെയാണ് നല്ല ഷേപ്പാക്കി എടുക്കുവാണ്. കണ്ടോ ഗൈസ്, ഇപ്പം അത്യാവശ്യം നല്ലപോലെ ഷേപ്പായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ചുറ്റിന് നല്ലപോലെ പെർഫെക്റ്റ് ആക്കി ഷേപ്പാക്കി എടുക്കണം. പപ്പ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് ചാന്ത് കലക്കുവാണ്. കണ്ടോ, കുറച്ച് വെള്ളവും കുറച്ച് മണൽപ്പൊടിയും കൂടി ഇട്ടെങ്കിൽ നല്ലപോലെ കുഴയ്ക്കുവാണ്. അത് എന്നിട്ട് കണ്ടോ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ച് ഷേപ്പാക്കി എടുക്കുകയാണ്. ചുറ്റിനും നമ്മൾ ഷേപ്പാക്കി എടുക്കണം ഗൈസ്. പപ്പയുടെ കൂട്ടുകാരൻ ചെയ്യുന്ന കാണിച്ചു തരാം. അങ്ങനെ ചെയ്ത് അങ്ങനെ നല്ലപോലെ ഷേപ്പാക്കി എടുക്കണം. കഴിഞ്ഞ് പപ്പ ഒരു ബേസൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഗൈസ് ചരുവത്തിനകത്ത് പാറപ്പൊടി നിറച്ച് ഇടുവാണ്. ഇട്ടൊരു തട്ടൊക്കെ തട്ടിയിട്ട് മേളിലേക്ക് കൊണ്ടുപോവാണ്. ഇത് അതിനകത്ത് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നല്ല ചുറ്റിനെ ഷേപ്പാക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു ചട്ടിക്കകത്തോട്ട് ഈ പാറപ്പൊടി എടുത്തിട്ടിട്ട് കുറച്ച് സിമെൻ്റൊക്കെ കലക്കിയ വെള്ളം ഒഴിക്കണം. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഒഴിക്കണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കണം. അതുപോലെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് അകത്തത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഉച്ച ആയപ്പം പപ്പായുടെ കൂട്ടുകാരനൊക്കെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. കറി കാണിച്ചു തരാം. കറി മീൻ വറുത്തത്, മീൻ്റെ മുള്ള്, ഇവിടെ ഒരാള് പിന്നെ ചോറ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. തൊപ്പി ഊരിട്ട് മാങ്ങ കണ്ട തൊപ്പി വെച്ചിട്ട് കാണിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പണിയിലേക്ക് ഇറങ്ങുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ചോറുണ്ടതിന് ശേഷം പപ്പായുടെ കൂട്ടുകാരും പണി ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പപ്പയുടെ കൂട്ടുകാരൻ സംഭരണിക്കകത്താണ്. പപ്പ പുറത്ത് നിന്ന് നല്ലപോലെ ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുവാണ്. പപ്പയുടെ കൂട്ടുകാരന് അകത്തിന് ഗ്രൗട്ട് ഇങ്ങനെ ഒഴിച്ച് സെറ്റാക്കുവാണ്. ആ ഏണി വെച്ച ഭാഗത്ത് ഗ്രൗട്ട് ഒഴിച്ചിട്ടില്ല. അത് അകത്ത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഒരു തവിക്കകത്ത് ഗ്രൗട്ടൊക്കെ ഒഴിച്ചിട്ട് അതിന് ഏണി ഇരിക്കുന്ന ഭാഗത്ത് മാത്രം ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തവിയുടെ അടി വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അതിപ്പോൾ കണ്ടുകൊണ്ട് പപ്പായുടെ ചേട്ടച്ചാരി നോക്കി നിൽക്കുവാണ്. ഹലോ ഗൈസ്, ഇപ്പം സംഭരണിയുടെ പണി 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുറത്ത് കുറച്ച് ഗ്രൗട്ടും കൂടി ഒഴിക്കണം. ആ ഗ്രൗട്ടും കൂടി ഒക്കെ ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് വെള്ളമൊക്കെ ശേഖരിക്കാം. മേളിൽ ഇലയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി പടുതയൊക്കെ കെട്ടിയിട്ടുണ്ട്. വെള്ളം വരുന്നത് ഇപ്പം നമുക്ക് കാണാം ഗൈസ്. അടുത്തോട്ട് ഇപ്പോൾ കാണിച്ചു തരാം പോവാണ്. ഇപ്പം നല്ല വെള്ളമൊക്കെ വരുവാണ്. കാണിച്ചു തരാം. ഇനി താഴത്തെ ഇതൊക്കെ കാണിച്ചു തരാം. നല്ല രീതിയിൽ വെള്ളം വീണാൽ ഒരു കുഴപ്പമില്ല. ഇനി വെള്ളമൊക്കെ ഇതിനകത്ത് നല്ല ശേഖരിക്കുകയൊക്കെ ചെയ്യും ഗൈസ്. കണ്ടോ താഴെ കണ്ടു. ഇനി നമുക്ക് വെള്ളമൊക്കെ ഇതിനകത്ത് ഇനി ശേഖരിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അപ്പുറം ഒരു ബെൽമണിയുണ്ട്, അത് നിങ്ങളൊന്ന് ഓളാക്കി ഇടുകയും കൂടെ ചെയ്യുക.
ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരും.